ഇതൊരു റിക്വസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ഒരു ബ്രെയിൻ സർജറി ഒക്കെ കഴിഞ്ഞു, എന്നാലും ഇപ്പോൾ PSCക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മറന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ഒരു ടോപ്പിക്ക് എങ്ങനെ പഠിക്കണം, എങ്ങനെ ഒരു ബെറ്റർ മെമ്മറിയിലേക്ക് എത്തിക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ്. അപ്പൊ അതിന് മുൻപേ തന്നെ ഒരു കാര്യം പറയേണ്ടത്, ഈ ഒരു വ്യക്തിയിൽ മാത്രമുള്ള ഒരു പ്രശ്നമല്ല മറന്നു പോകുന്നു പഠിച്ച കാര്യങ്ങൾ എന്നുള്ളത്. ഞാൻ അടങ്ങുന്ന ഒരു ഭൂരിഭാഗം ജനങ്ങളിലുമുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഈ പഠിച്ച കാര്യങ്ങൾ മറന്നു പോവുക എന്നുള്ളതൊക്കെ. പിന്നെ അതുപോലെ തന്നെ ദൈവം തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് പിന്നെ മറവി എന്ന് പറയുന്നതൊക്കെ ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലെ. അത് സത്യവും തന്നെയാണെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ മെയിൻ ടോപ്പിക്കിലോട്ടേക്ക് വരാം. എങ്ങനെയാണ് നമ്മളൊരു കാര്യത്തെ പഠിച്ചെടുക്കേണ്ടത്? നമ്മൾ ഒരിക്കലും അറ്റ് എ ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. അത് ബ്രെയിൻ ലോഡ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഈ ബ്രെയിൻ ലോഡ് കൂടുന്നതിന് അനുസരിച്ച് നമ്മൾ എന്തായാലും നമ്മുടെ ഒരു കോഗ്നിറ്റീവ് ഫങ്ഷൻസ് വളരെ ടൈം എടുത്തുകൊണ്ട് മാത്രമേ അത് ചെയ്യുള്ളൂ എന്നുള്ളതാണ് സത്യം. അതാണ് അതിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 or 2 ടോപ്പിക്സ് എടുത്തുകൊണ്ട് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അതിൽ നിന്ന് തുടങ്ങി നമുക്ക് വലുതിലോട്ടേക്ക് പോവാം. അപ്പൊ ആദ്യം 1 or 2 ടോപ്പിക്സ് എടുത്ത് നമ്മൾ പഠിക്കാം. ഈ പഠിക്കുന്ന സമയത്ത് എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചാൽ ഈ സ്പേസ്ഡ് ലേണിംഗ് അല്ലെങ്കിൽ യൂസ് റിപ്പീറ്റേഷൻ എന്നൊക്കെ ഉള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്തുകൊണ്ട് പഠിക്കണം എന്നുള്ളതാണ്. എന്താണ് ഈ സ്പേസ്ഡ് ലേണിംഗ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കാം, കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി പഠിച്ചെടുത്തു. അത് വിത്തിൻ 1 hour ആവുന്ന സമയത്ത് ഒന്നും കൂടെ നമ്മൾ അത് എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, സെയിം ഡേ തന്നെ ഒന്നും കൂടെ നോക്കണം എന്നുള്ളതാണ്. അതൊരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടോ 8 മണിക്കൂർ കഴിഞ്ഞിട്ടോ എന്തായാലും ബിഫോർ ആ ഒരു ഡേ അവസാനിക്കുന്നതിന് മുൻപേ ഒന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, ആ കാര്യങ്ങളൊന്ന് നോക്കാം, റിപ്പീറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അതേ സാധനം നമ്മൾ നെക്സ്റ്റ് ഡേ ഒന്നും കൂടെ നോക്കണം എന്നുള്ളത് നിങ്ങളൊന്ന് ഓർമ്മിക്കാം. അതിനുശേഷം 3 days കഴിഞ്ഞിട്ട് ആ കാര്യം നമ്മൾ ഒന്നും കൂടെ നോക്കണം. അപ്പം ഈ റിപ്പീറ്റേഷൻസ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലെ. 1 hour കഴിഞ്ഞിട്ട് സെയിം ഡേ, പിന്നെ വരുന്നത് എന്താണ് നെക്സ്റ്റ് ഡേ, പിന്നെ വരുന്നത് ആഫ്റ്റർ 3 days ആണ്. 3 ദിവസം കഴിഞ്ഞതിന് ശേഷം നോക്കാന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്നും ലോങ് ടേം മെമ്മറിയിലേക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഫ്യൂച്ചറിൽ റെഫറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മുടെ ആവശ്യത്തിന് ഇത് ഉപയോഗപ്രദമാക്കണമെങ്കിൽ, പഠിച്ച കാര്യങ്ങൾ നമ്മൾ എക്സാമിന്റെ സമയത്തൊക്കെ നമ്മുടെ മെമ്മറിയിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ലോങ് ടൈം മെമ്മറിയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചാൽ മാത്രമേ നമുക്ക് ആ സമയത്ത് കിട്ടുകയുള്ളൂ. അപ്പൊ ആ ഒരു പ്രൊസീജിയറാണ് ഇതിലൂടെ നടക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് ലോങ് ടൈം മെമ്മറിയിലേക്ക് എത്തിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്ന ഒരു സിസ്റ്റം. നമ്മൾ കുറെ കാര്യങ്ങൾ വായിച്ചു മനസ്സിലാക്കി അത് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കിയതിന്റെ വളരെ ചുരുക്കിയ ഭാഗങ്ങൾ മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവും. അല്ലെങ്കിൽ ആ പഠിച്ച കാര്യത്തിൽ നമുക്ക് ഭയങ്കര വീണ്ടും കൺഫ്യൂഷൻസ് വരും. അതാണോ ഇതൊന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ വരും. അപ്പൊ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ആക്റ്റീവ് റീകോൾ ചെയ്യുക എന്നുള്ളത്. എന്താണ് ഈ ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്നത്? നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതിന് ശേഷം ബുക്സ് ക്ലോസ് ചെയ്ത് വെക്കാം. ബുക്സ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്, എന്താണ് നിങ്ങൾക്ക് ആ സമയത്ത് റിമെമ്പർ ചെയ്യാൻ പറ്റുന്നത്, ഓർമ്മിക്കാൻ പറ്റുന്നത്, അത് നിങ്ങളിങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതിയെടുക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നമ്മൾ ഏതൊക്കെ ഭാഗം ക്ലിയർ ആയിട്ടുണ്ട് എന്നുള്ളത്. ആ സമയത്ത് നമുക്ക് ആ ആക്റ്റീവ് റീകോൾ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വൺസ് അഗൈൻ നമുക്ക് ആ ഒരു ഭാഗം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കി ക്ലിയർ ചെയ്ത് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ആക്റ്റീവ് റീകോൾ ചെയ്യുന്നത് എന്നുള്ളത്. ആക്റ്റീവ് റീകോൾ ലേണിംഗ് അങ്ങനെയാണ് ചെയ്യേണ്ടതുള്ളത് അല്ലെ. അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഈ ആക്റ്റീവ് റീകോൾ എന്നുള്ളത്. നമ്മൾ അങ്ങനെ വായിച്ച് വിടുന്നതിനേക്കാൾ ബെറ്റർ ആണ് വായിച്ചു കഴിഞ്ഞാൽ പോയിന്റുകളൊക്കെ ചെയ്ത് നോക്കുക എന്നുള്ളത്, ബുക്സ് ഒക്കെ അടച്ചു വെച്ചതിന് ശേഷം. പിന്നെ നമ്മൾ പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു ബെറ്റർ മെമ്മറിക്ക് കിട്ടുന്നൊരു കാര്യമാണ് നമ്മുടെ മൾട്ടി സെൻസറി യൂസ് ലേണിംഗ് അല്ലെ. ഈ മൾട്ടി സെൻസറി യൂസ് ചെയ്തുകൊണ്ടിട്ടുള്ള ലേണിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റീഡ് ഉണ്ട്, റൈറ്റ് ഉണ്ട് അല്ലെ. നമ്മൾ വായിക്കുന്നു, അതുപോലെ തന്നെ എഴുതുന്നു, അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സ്പീക്ക് ലൗഡ് എന്നുള്ളതാണ്. ആ വായിക്കുകയും എഴുതുകയും അല്ലെങ്കിൽ വായിക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ നമ്മൾ അത് സ്പീക്ക് ചെയ്യുക. നമുക്ക് നമ്മളേതായ ഒരു ഭാഷയിൽ എന്താണോ ആ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലായിരിക്കുന്നത് അത് നമ്മളൊന്ന് ഉറക്കെ പറയാം. മറ്റൊരാൾക്ക് ക്ലാസ് എടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു പബ്ലിക്കിൽ നിന്ന് സംസാരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂവിന്റെ അടുത്ത് നിന്ന് പറയുന്നത് പോലെയൊക്കെ അഭിനയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു റോള് നിങ്ങൾ മനസ്സിലെടുത്തുകൊണ്ട് ഒരു സ്പീക്ക് ലൗഡ്, ഒരു ആക്റ്റീവായിട്ട് നിങ്ങളത് സംസാരിക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക്
നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതോടുകൂടിയും അതിനോടൊപ്പം തന്നെ അപ്പൊ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുള്ള ആ ഒരു കണ്ടന്റ് വീഡിയോ ആയിട്ട് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അത് വാച്ച് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഇതാണ് നമ്മളൊരു മൾട്ടി സെൻസറി യൂസിങ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്കൊരു ബെറ്റർ മെമ്മറി കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് വേറെ കുറെ ടെക്നിക്സുകളുണ്ട്, നിമോണിക്സ് പോലുള്ള കുറെ ടെക്നിക്സുകളുണ്ട്. അതൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിലോട്ടേക്ക് വരാം. അപ്പൊ അതിനോടൊപ്പം തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഈ ഒരു ടൈമിൽ നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഉറക്കം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മെമ്മറി പവർ കൂട്ടാൻ വേണ്ടിയിട്ടും മെമ്മറി ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്.